ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കോളി മെഴുക്ക് പുരട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിക്ക് ആവശ്യമുള്ള സാധനം ബ്രോക്കോളി വേണം, ദെൻ സവാള വേണം, പിന്നെ മുട്ട. ഇത് മുട്ട വന്നിട്ട് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇഞ്ചി, ഉപ്പ്, കുരുമുളക്, പിന്നെ ഒരു നാരകയുടെ ഹാഫ്. ഇത്ര സാധനം മാത്രം മതി. അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ഇടാൻ പോവാണ്. ഇനി ഇതിനെ ഇളക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി ആട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ കുറച്ച് ചില്ലി സീഡ്സ് ഇല്ലേ, അതിടാൻ പോവാണ്. ശേഷം ഒരു മീഡിയം സൈസ് സവാള ആട്ടോ അതുകൂടെ നമ്മൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിടാം. കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഇടാം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഒരു 8 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളുടെ ഇത്തിരി കരിഞ്ഞ് പോയിട്ടുണ്ട്. പ്രശ്നമില്ല, ഓക്കെയാണെന്നുള്ള. ഇനി നമ്മൾ നമ്മുടെ മുട്ട ഇതിലോട്ട് ഒഴിക്കണം. ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കുരുമുളകും ഉപ്പും ചേർത്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളിതാ ഇങ്ങനെ ചെയ്യാം. നമ്മളിതിലോട്ട് കുറച്ച് കുരുമുളക് ഇടണം. ദെൻ നമ്മൾ ഒരു നാരങ്ങയുടെ ഹാഫ് ഇതിലോട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോക്കോളിൻ്റെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. നമ്മളെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണിത്. ആക്ച്വലി എനിക്കങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയത്തില്ല. ഞാൻ ഇപ്പോൾ പഠിച്ചിരുന്നേ ഉള്ളൂ. അതും ഞാൻ ആളുടെ വീഡിയോസ് കണ്ടിട്ടാണ് അധികവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.